ಚಿಕನ್ ചിക്കൻ കറി, ಚಿಕನ್ മട്ടൻ കറി, ആട് കറി, മുത്താറ് എന്ത നല്ലത്, നല്ല ആരോഗ്യം ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മളിപ്പോ ഉള്ളത് കർണാടകയിലെ ഹംഗള എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിലടക്കാണ് ഇവിടെ നമ്മള് സംഭവം വിളവ് കൊടുക്കുന്നത് കണ്ടത്. എന്താ അറിയുന്നത് ഈ വിളവ് ഇത് നമ്മളെ രായി, നമ്മുടെ നാട്ടിലെ മുക്താരി രായി എന്നൊക്കെ പറഞ്ഞ സാധനം. മുത്താറ് രായി എന്നും പറയും, മുക്താരി എന്നും പറയും, രാഗി എന്നും പറയും. കർഷകന് ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരൂട്ടാ എന്താ സംഭവം എന്നല്ലേ. ഇത് ಒಣಕಾಕಿ ಮಿಲ್ಲು ಕೊಡ್ಬೇಕು, ಮಿಲ್ಲು ಕೊಟ್ಟಿ ಪುಡಿ ಪುಡಿ ಮಾಡಿ ಆಮೇಲೆ ಮುದ್ದ. ഇത് ഇവരെ കർണാടകക്കാരെ മെയിൻ ആരോഗ്യത്തിന്റെ റേറ്റ് എത്ര? ರೈಟ್ ಇದು 5,000 ಅದ. ಒಂದು ಕ್ವಿಂಟಾಲು 5,000. ಒಂದು ಕ್ವಿಂಟಾಲು 8,000, 5,000, 5,000, 5,000 അല്ലേ? 5,000 ഒരു കിൻഡലിന് 5,000. ഒരു കിൻഡൽക്ക് 5,000 സംഭവം. ഇവര് പൊടിച്ചിട്ട് ഇത് ഒരു ഇതാക്കും. ഇത് നല്ല ആരോഗ്യം. നമ്മള് നല്ല ഇത് ഗുണം എന്താണെന്നറിയോ? ഇവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വെയിലത്ത് നിന്നിട്ട് ജോലി ചെയ്യണ്ടല്ലോ. പലപ്പോഴും നമ്മുടെ തോട്ടത്തിലൊക്കെ വരുന്ന പണിക്കാർ ഇത്രയും നേരം വെയിലുണ്ട് വർക്ക് ചെയ്യുമ്പോൾ കരുതും എന്താ ഒരു ആരോഗ്യത്തിന് ഒരു ഇതെന്ന്. പക്ഷെ അവര് പറഞ്ഞ സംഭവമാണ്. അവരിത് ഡെയിലി ഇത് ഒരു നമ്മള് ചപ്പാത്തിക്കും ഇതിനൊക്കെ കുഴക്കൂലേ, ചപ്പത്തി ഡെയിലി സാപ്പിടും നൈറ്റിലല്ലേ. എന്നിട്ട് അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ വേവിച്ച് ഉണ്ടാക്കിയിട്ട് അതില് അവര് മട്ടനോ ചിക്കനോ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാൻ നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നൂല. നമ്മളെ മലയാളം സംബന്ധിച്ചിടത്തോളം വലിയ ടേസ്റ്റ് തോന്നും. പക്ഷെ ഭയങ്കര ആരോഗ്യമാണ്, നല്ല ഉന്മേഷം ഉണ്ടാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഇത് എത്ര ഏക്കർ? ಎಷ್ಟು ಏಕರ್ ಇದು? 8 ಎಕರೆ ಇದು, ಅರ್ಧ ಎಕರೆದು ಇದು ಅರ್ಧ ಏಕರ್ ಅಲ್ಲ, ಅರ ಏಕರ್. ഇതൊക്കെ കഴിഞ്ഞാണോ? വിളവെടുപ്പ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇട്ടല്ലേ? ಇದನ್ನೆಲ್ಲ ಒಣಕಾಕ್ಬೇಕು. അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഉണക്കാട്ടതാണ് ഈ കാണുന്നത് അല്ലേ. ഇതെടുത്തിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ട് ഇതൊന്നാമത് മൊത്തത്തില് മില്ല് കൊണ്ടുവച്ചിട്ട് ചിക്കൻ കറി, മട്ടൻ കറി, ആട് കറി, മുത്താറ് എന്ത നല്ലത്, നല്ല ആരോഗ്യം ബെനിഫിറ്റ് ഉള്ളതാണ്. ಓಕೆ ಅಣ್ಣ, ಥ್ಯಾಂಕ್ ಯು. ಯಾವ್ರು ಇಲ್ಲಿ ಶಿವಪುರ ಕೆಲಸ ಮಾಡಿದೆ. ಶಿವಪುರ ತಪ್ಪಿರಾರ ನೀವು? ನಾನು ಮಲ್ಪುರ ಮಲ್ಪುರ ಮಂಜೂರು, ಮಲ್ಪುರ ತಿರೂರು.